ഇസ്ലാമിന്റെയും ഇടയിൽ നടന്ന സംഭാഷണമുണ്ടല്ലോ, എനിക്കും ജീവൻ കൊടുക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയും. നമ്രൂദ് പറഞ്ഞില്ലേ, ജയിൽ പുള്ളിയായ ഒരാളെ കൊണ്ടുവന്ന് ഒരാളെ വെറുതെ വിട്ടു, ഒരാൾ അവിടെ നിന്ന് വധിച്ചു കളഞ്ഞു. ഇബ്രാഹിം നബി അതിന് മറുപടി കൊടുത്തില്ല. എന്തേ? എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് എന്ത് മരിപ്പിക്കല? ഒരു മനുഷ്യന്റെ ശരീരം ബ്രേക്ക് ചെയ്തു, ഒരു മനുഷ്യന്റെ കഴുത്തങ്ങ് മുറിഞ്ഞു. ഇത് അള്ളാഹു റൂഹ് നിലനിൽക്കാൻ സംവിധാനിച്ച സംവിധാനത്തെ പൊളിക്കലാണ്. യഥാർത്ഥത്തിൽ മരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരീരം കൈകൊണ്ട് തൊടാതെ, ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ, ഒരു ശരീരത്തിൽ നിന്നും റൂഹിനെ പിടിക്കണം. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന പണിയാണ്. ഇത് റബ്ബ് മാത്രമേ ചെയ്യൂ. അല്ലാത്തത് നഖ്ലുൽ ബിന്യ എന്ന് പറയും, സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാം. അപ്പൊ റൂഹ് നിലനിൽക്കാൻ അള്ളാഹു ചില സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം തകർത്തു കളഞ്ഞു, അവിടെ മരണം സംഭവിച്ചു. പക്ഷേ ജീവനും മരണവും നൽകുന്നതും എടുക്കുന്നതും അള്ളാഹുവിന്റെ മാത്രം അധികാരമാണ്. അതുകൊണ്ട് മനുഷ്യൻ കൊലപാതകം ചെയ്യരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാബീലിനെ കൊന്നതാണ്. ഖാബീലു ഖാതിലുൻ ഹാബീലു ഹാലികുൻ. ഹാബീലിനെ കൊന്നുകളഞ്ഞു ഖാബീൽ. ഖാബീലിനെക്കാളും ശക്തിയുള്ള ആളായിരുന്നു ഹാബീല്, നല്ല ശക്തിയുള്ള ആളാണ്. പക്ഷേ ഹാബീല് പറഞ്ഞു, ലഇൻ ബസത്ത യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നീ എങ്ങാനും നിന്റെ കൈ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ ഒരിക്കലും നിന്നെ കൊല്ലാൻ അങ്ങോട്ട് നീട്ടുകയില്ല. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നീ നിന്റെ വിചാരണ നേരിടേണ്ടി വരും. പക്ഷെ അതിന് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ ജ്യേഷ്ഠന്റെ ജീവന് വേണ്ടി ആ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാബീൽ ക്ഷമ പാലിച്ചു, സംയമനം പാലിച്ചു. അള്ളാഹു ജ്യേഷ്ഠനൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. തൻ്റെ അനുജന്റെ മയ്യത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുഴങ്ങി. അവസാനം അവന്റെ മുമ്പിലേക്ക് ഒരു ഖുറാബ്, അള്ളാഹു കാക്കയെ പറഞ്ഞയച്ചു. ഖുറാബിനെ സംബന്ധിച്ച് പറയും ത്വാഇറുൻ ഫാസിഖ് എന്നാ പറയും, യുഖ്തലു ഫിൽ ഹില്ലി വൽ ഹറം. ഹില്ലിലും ഹറമിലും കൊല്ലപ്പെടാൻ പറ്റുന്ന ഒരു പക്ഷിയാണത്രേ കാക്ക എന്ന് പറയുന്നത്. അത്രയും ഹുർമത്തില്ലാത്തൊരു പക്ഷിയായിട്ടാണ് ശറഅദിനെ കാണുക. ആ ഒരു കാക്ക തൻ്റെ കൂടെയുള്ളൊരു കാക്കയെ കൊന്നിട്ട് ആ കാക്കയ്ക്ക് വേണ്ടി അവിടെ ഖബറ് കുഴിക്കുന്ന, തൻ്റെ ചുണ്ടുകൊണ്ട് ഖബറ് കുഴിക്കുന്ന കാഴ്ചയാണ് ഖാബീൽ കാണുന്നത്. ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സവഅത അഖീഹി ഖാല യാ വൈലതാ അഅജസ്തു അൻ നകൂന മിത്ല ഹാദൽ ഖുറാബ്. ഈ ഒരു കാക്കയെപ്പോലും, ആ കാക്ക പോലും എന്നെക്കാളും ബുദ്ധിയുള്ളതാണല്ലോ, ഞാൻ ആ കാക്കയെപ്പോലെ ആവാനും പോലും എന്നെ കൊണ്ടായില്ലല്ലോ, എന്റെ നാശമേ എന്ന് അവനെ കൊണ്ട് അല്ലാഹു വിളിച്ചു പറയിപ്പിച്ചു. എന്തിന്? പരിശുദ്ധമായൊരു ശരീരത്തെ കൊന്നതിന്റെ പേരിൽ. അതുമാത്രല്ല, ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ നിന്നൊക്കെ ഓരോഹരി ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, ഭൂമിയിൽ ആദ്യം ആ പണി തുടങ്ങി വെച്ച ആൾ അവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങളിൽ കലാശിക്കുന്ന തർക്കങ്ങൾ എത്രയാണ്. പള്ളികളുടെ മെഹ്റാബുകളിൽ, ഹല്ലുകളിൽ, പിന്നെണ്ടോ ബാക്കി വിഷയങ്ങളൊക്കെ. എവിടെയൊക്കെയാണ് പിശാചിന്റെ ദുർബോധനം വരുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ രക്തം മുഹ്ദറാണെന്ന് പ്രഖ്യാപിച്ച എത്രയോ ഭരണാധികാരികൾ, ക്രൂരന്മാരായ ഭരണാധികാരികൾ, വാലിമീങ്ങൾ കഴിഞ്ഞുപോയ ലോകമാണിത്. വാലിമീങ്ങൾ, ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖവാരിജുകൾ അവിടുത്തെ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ എന്ന് പറയാം. രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് മഹാന്മാരായ സ്വഹാബത്തിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, അലിയാർ തങ്ങളെ, ഹുസൈൻ എന്നവരെ നിഷ്കരുണം കൊല ചെയ്തപ്പോഴും അവരുടെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. അത്രക്ക് ദൗർഭാഗ്യം ചെയ്തു പോയ ആളുകൾ. അവരുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യനൊരു വൻപാപം ചെയ്താൽ,
ഖവാരിജുകളുടെ അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഖവാരിജുകൾ എന്തു പറയും? മുർത്തക്കിബുൽ കബീറത്തി കാഫിറുൻ ഇല്ലം യതുബ്, തൗബ ചെയ്യാതിരുന്നാൽ വൻപാപം ചെയ്ത ഒരാൾ കാഫിറാണ് എന്ന് പറയും. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മുമ്പിൽ ഇങ്ങനെ വിഷയം വന്ന്, അങ്ങനെ അവരൊരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിൽ വന്നു, 2 മയ്യിത്തും കൊണ്ടുവന്നിട്ട്, എന്നിട്ട് പറഞ്ഞു, യാ ഇമാം, 2 മഹാപാപികളുടെ മയ്യിത്താ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ കള്ളു കുടിക്കുമ്പോ ചങ്കിൽ കുടുങ്ങിയിട്ട് മരിച്ചതാ. മറ്റൊരു പെണ്ണ് വ്യഭിചാരം കൊണ്ട് ഗർഭിണിയായിരുന്നു, അങ്ങനെ മരിച്ച പെണ്ണാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ അബൂ ഹനീഫ തങ്ങളുടെ നാവിൽ നിന്ന് അവര് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിനെ കൊല്ലും. അങ്ങനത്തെ ഭ്രാന്തന്മാർ. നമ്മൾക്ക് വിചാരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്ന്. അബൂ ഹനീഫ ഇമാം അവിടെ എങ്ങനെ മിണ്ടാണ്ടിരുന്നു. മഹാനവറുകൾ ചോദിച്ചു, ആ 2 മയ്യിത്തുകൾ ജൂതന്മാരാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. മസീഹിയാൻ 2 ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. മജൂസികളാണോ എന്ന് ചോദിച്ചു. അല്ലല്ല. പിന്നാരാ? മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ മുസ്ലിമീങ്ങളാണ്. അപ്പൊ അവര് പെട്ടുപോയി. അവർ പറഞ്ഞു, ഇമാം ഞങ്ങളെ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഹുമാ ഫിന്നാരി അം ഫിൽ ജന്ന, ഇവര് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറഞ്ഞു ഇമാം തങ്ങളോട്, അബൂ ഹനീഫ തങ്ങളോട്. അൽ ഇമാമുൽ അഅ്ളം എന്ന് മുത്തലഖൻ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മഹാനായ അബൂ ഹനീഫ തങ്ങളെ കുറിച്ചാണ്. അൽ ഇമാമുൽ അഅ്ളം, ഏറ്റവും വലിയ ഫഖീഹായിരുന്ന മഹാനോട് ചോദിക്കുക, ഇവര് സ്വർഗത്തിലാണോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പെടു. അവർക്ക് പറയേണ്ടത് നരകത്തിലാണെന്ന് പറയണം. മഹാനവറുകൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുയായികളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നെക്കാളും ഖൈറായ ഒരു മഹാൻ ഇപ്പറഞ്ഞ 2 ആളുകളെക്കാളും മോശപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നെ പിൻപറ്റിയവരാരോ അവർ എന്നിൽപ്പെട്ടവരാണ്. എന്നെ പിൻപറ്റാത്തവർ നീ പുറത്തു കൊടുക്കുന്നവനാണല്ലോ, കരുണ ചെയ്യുന്നവനാണല്ലോ. പുറത്തു കൊടുക്കണേന്നും പറഞ്ഞില്ല. പടച്ചവനെ, നിനക്ക് വേണ്ടത് ചെയ്യാം, നിന്റെ അടിമകളാണ്. എന്നിട്ട് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയുടെ അനുയായികളെന്ന് വാദിച്ചവരെ കുറിച്ച് പറയുന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കട്ടെ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസാ നബിയും അവിടുത്തെ ഉമ്മയും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞവരെ അല്ലാഹുവേ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. ആരോടും നിന്നോട് ചോദിക്കൂല. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഹകീമാണ്, നിന്റെ ഇസ്സത്തിനൊരു കോട്ടവും സംഭവിക്കില്ലല്ലോ റബ്ബേ എന്ന് ഈസാ നബി പറയുന്നതാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. തന്ത്രപരമായി മഹാനവറുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നാണ്. കാരണം വ്യക്തതയോടുകൂടെ പറഞ്ഞാൽ അവിടെ ചോര ചിന്തുന്ന അവസ്ഥകൾ ഉണ്ടാകും. സഫ്കുദ്ദിമാ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അല്ലാഹു വലുതാക്കി വെച്ച ഇസ്സത്താണ്. ലാ യസാലുൽ മുഅ്മിൻ മിൻ ഫുസ്ഹത്തിൻ ഫീ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമാ. ഒരു മനുഷ്യൻ ഒരു ഹറാമായ രക്തത്തിൽ ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ വധിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു മനുഷ്യന്റെ വധത്തിലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്ന്, അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ അവരുടെ ദീനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു പറയാൻ കഴിയില്ല. തൗബയുണ്ട്. അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബത്തുൻ നസൂഹ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കാം. 100 ആളെ കൊന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഗുരുതരമായ തെറ്റാണ്. തെറ്റുകളിൽ വലിയ ഗുരുതരമായ തെറ്റാണ്. മൂന്നാമത്തേത്
തിന്മകളെ വിരോധിക്കണം, അല്ലെങ്കിൽ തിന്മകളോട് രാജി പാടില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ സംസ്കാരം എന്ന് പറയല്ല, എല്ലാ ശരീഅത്തുകളിലും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്തിലും തങ്ങളുടെ മുമ്പുള്ള ശരീഅത്തിലും അതിനു മുമ്പും ആദം നബി അലൈഹിസ്സലാം വരെയുള്ള ദീനിൽ അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ 3 ഒരുപോലെ എല്ലാ ശരീഅത്തിലും പാടില്ലാത്തതാ. 1 ശിർക്ക്, 2 കൊലപാതകം, മൂന്നാമത്തേത് വ്യഭിചാരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. മനുഷ്യൻ അന്ത്യനാളിനോടടുക്കുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുകയും വ്യഭിചാരങ്ങൾ റോഡരികിൽ വരെ നടക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മാറി നിൽക്കണേ എന്ന് പറയേണ്ട വിധം വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ ഈ സമൂഹത്തിന് ധാരാളം കാണേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണത്. ലജ്ജ, ഹയാ, നാണം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വിശേഷണം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതി. പുരുഷന്മാർ അള്ളാഹു കൊടുത്തിട്ടുള്ള സിത്റുകളെ പറിച്ചു ചീന്തുകയും തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തിന്മകളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ, വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരം എത്ര ആൾ കാണുന്നുണ്ടോ ആ കാണുന്ന എണ്ണത്തിനനുസരിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്താൻ വേണ്ടി തിന്മകളെ ആസ്വാദനങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാലം. എത്ര വലിയ ദുരന്തമാണിത്. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയേ ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് പറയണേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം, പല കാഴ്ചകളും അവർ കാണാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് കാഴ്ചകളിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളോട് താഴ്ത്താൻ പറയണം. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണമെന്നും പറയണേ നബിയേ. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറയണം, പെൺകുട്ടികളോടും പറയണം, യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവർക്ക് അനുവദനീയമല്ലാത്ത, അവരുടെ മഹ്റമുകളല്ലാത്ത അന്യപുരുഷന്മാരെ നോക്കരുത് എന്ന് പെൺകുട്ടികളോടും പറയണം നബിയേ. വയഹ്ഫദുന ഫുറൂജഹുന്ന, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ചാരിത്ര്യമാണ്. വ്യഭിചാരം ചെയ്യാതെ ജീവിക്കലാണ്. ആ ഒരു സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഏറ്റവും വലിയ അലങ്കാരവും ആഭരണവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഇഫ്ഫത്താണ്, അഫാഫാണ്, ചാരിത്രശുദ്ധിയാണ്. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് ആ വിഷയം. അതുകൊണ്ട് നബിയേ, അവിടെ തനിയായികളോട് കണ്ണിനെ സൂക്ഷിക്കാൻ പറയണം. കണ്ണിലൂടെയാണ് തെറ്റുകളിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന തിന്മകളും മനുഷ്യന്റെ കണ്ണിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ചിന്തകളായി മാറുന്നത്, അതാണ് പിന്നെ കർമ്മങ്ങളായി പുറത്തു വരുന്നത്. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കാൻ പറയണേ. അഊദു ബില്ലാഹ്, ഒരു ന്യൂഡ് പിക്ചർ കാണുമ്പോഴേ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഔറത്ത് കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹ്, പടച്ചവനെ കാക്കണേ അല്ലാഹുവേ, ഇതെനിക്ക് കാണുക പാടില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതിന് പകരം അതെടുത്ത് നോക്കുകയോ സമയം ചെലവഴിക്കുകയോ അവിടെ തന്നെ ആസ്വദിക്കുകയോ ചെയ്യുന്നത് പിശാച് മനുഷ്യന്റെ ഈമാൻ എടുത്തു കളയുകയാണ്. ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈകൾക്കുണ്ട്, കാലുകൾക്കുണ്ട്. അതെല്ലാം ഹറാം ആസ്വദിക്കലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ, ഒരു സത്യവിശ്വാസിയും വ്യഭിചരിക്കുന്ന നേരം അവന്റെ കൂടെ ഈമാൻ നിലനിൽക്കുന്നില്ല. അവൻ വ്യഭിചരിക്കുന്ന സമയം കുപ്പായമൂരുന്ന പോലെ അവരുടെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോളേജ് ക്യാമ്പസുകളാവട്ടെ, ഹോസ്റ്റലുകളാകട്ടെ, നിങ്ങളുടെ പുറത്തേക്കുള്ള യാത്രകളാകട്ടെ,
നിങ്ങൾ ടൂർ പോകുന്നതാകട്ടെ, വിവാഹത്തിൻ്റെയോ സൽക്കാരത്തിൻ്റെയോ തലേനാളുകളോ ആ നാളുകളോ ആകട്ടെ, വീടുകളിൽ ആണും പെണ്ണും ഇടതടവില്ലാതെ മഹറം അല്ലാത്തവരും ആയവരും തമ്മിൽ വ്യത്യാസം നോക്കാതെ ഇടപഴകുന്ന, കൂടെ പഠിച്ചവരെന്ന പേരിൽ തോളിൽ പിടിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ പെങ്ങളെ ഇത് അനുവദിക്കുന്നില്ല എന്ന് പറയട്ടെ. വിശുദ്ധ ഖുർആൻ എൻ്റെ സഹോദരങ്ങളെ ഇത് അനുവദിക്കുന്നില്ല. നിങ്ങൾ കൂടെ പഠിച്ചവരായിരിക്കാം, ഒരു കോളേജിൽ പഠിച്ചവരായിരിക്കാം, ഒരു ക്ലാസ് റൂമിൽ പഠിച്ചവരായിരിക്കാം. പക്ഷേ പ്രായപൂർത്തി എത്തുന്നതോടുകൂടെ നിങ്ങൾ രണ്ടുപേരെയും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് ശറഅ് കാണുന്നത്. ഒരു വിവാഹ ബന്ധത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് അനുവദിച്ചിട്ടില്ല. അതിനെ മറികടക്കാനാണ് ബെസ്റ്റി എന്ന പേരുകള്, അതിനെ മറികടക്കാനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ക്രഷാണ്, എന്തൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. നിങ്ങളിട്ട് വിളിക്കുന്ന പേരുകൾ എന്തിനൊക്കെയോ ജായിസാക്കാൻ, എന്തൊക്കെയോ അനുവദിക്കാൻ വേണ്ടി അത്തരം ആഭാസങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുമ്പോൾ അതിന് ലൈക്കടിക്കുന്നത്, അതിനെ ഷെയർ ചെയ്യുന്നത്, അതിനെ ആഘോഷിക്കുന്നത് തരക്കേടില്ലെന്ന് പറയുന്നത്. മനുഷ്യരിൽ ആണും പെണ്ണുമായാണ് അല്ലാഹു മനുഷ്യരെ പടച്ചത്. ഖലഖദ് ദകറ വൽ ഉൻസ. പക്ഷേ ശാരീരിക വൈകല്യങ്ങളുള്ള ആളുകളുണ്ട് ലോകത്ത്. കയ്യും കാലും കണ്ണുമില്ലാത്തവരില്ലേ, കൈകാലുകൾ നഷ്ടപ്പെട്ടവരില്ലേ, ഹാൻഡിക്യാപ്റ്റായിട്ട് ജനിക്കുന്നവരില്ലേ. എന്നതുപോലെ കാഴ്ചയിൽ പെണ്ണാണ് പക്ഷേ ആള് ആണായിരിക്കും, കാഴ്ചയിൽ ആണാണ് പക്ഷെ ആള് പെണ്ണായിരിക്കും. നപുംസകം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പടച്ചതമ്പുരാൻ നൽകുന്ന, ശരീരത്തിൽ നൽകുന്ന പരീക്ഷണമാണ്. അസുഖങ്ങൾ വരുന്നില്ലേ ആളുകൾക്ക്? ആ അസുഖങ്ങൾ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ടവരല്ലേ, രഹസ്യമാക്കുന്നവരല്ലേ. വെള്ളപ്പാണ്ട് വരുമ്പോ ആരെങ്കിലും ഷോ ഓഫ് ചെയ്യാറുണ്ടോ? മറച്ചു പിടിക്കല്ലേ ചെയ്യാം. ഒരു പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീയുടേതുപോലെ ഹോർമോണുകൾ പ്രവർത്തിച്ച് ഒരു പെണ്ണിൻ്റെതുപോലെ ഒരു മനുഷ്യന് ഗ്രോത്തുകൾ ഉണ്ടെങ്കിൽ അത് പെണ്ണിനെ പോലെ വേഷം കെട്ടി ആഘോഷിക്കലാണോ? ഇത് എവിടുത്തെ സംസ്കാരമാണ്? അതൊരു വൈകല്യമാണ്. ആ വൈകല്യത്തിന് അള്ളാഹു അവർക്ക് ചില എക്സ്ക്യൂസുകൾ ഒരുപക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ക്ഷമക്കനുസരിച്ച് അതിന് കൂലി കൊടുത്തേക്കും. ഒരു മുസ്ലിമാണോ അവർ മാത്രം ഞാൻ പറഞ്ഞു കേട്ടാൽ മതി. ലോകത്തെ പല സംഘടനകൾക്കാരുണ്ടാവും, അവരോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ഒരു മുസ്ലിമിന്റെ പേരിട്ടിട്ടുണ്ടോ? നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ദൗർബല്യം അല്ലെങ്കിൽ ഈ ഒരു വീക്ക്നെസ്, ദിസ് ഈസ് നോട്ട് ടു ബി സെലിബ്രേറ്റഡ്. ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അള്ളാഹു മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് പടച്ചിട്ടുള്ളത്. എന്നാൽ ഡ്യുവൽ ജെൻഡർ ആണോ എന്ന് തോന്നുന്ന വിധം, ഞാൻ അങ്ങനെ പറയൂ, അവരുടെ ഒരു അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് എന്ന് വിചാരിച്ചൊരു പുരുഷൻ ശാരി എടുത്ത ആൾക്കാരുടെ മുമ്പിലൂടെ നടക്കേ, ഒരു പെണ്ണായിട്ട് അഭിനയിക്കേ. ആണുങ്ങളിൽ നിന്ന് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് പുണ്യ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുതഖന്നിസാതി മിനർ റിജാൽ, ആണുങ്ങൾ പെണ്ണിന്റെ കോലം കെട്ടരുത്, പെണ്ണുങ്ങൾ ആണിന്റെ കോലവും കെട്ടരുത്. ഇത് ചെയ്തിരുന്ന പരിപാടി 6-ാം നൂറ്റാണ്ടിലുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. 6-ാം നൂറ്റാണ്ടിലുണ്ട്. തങ്ങളത് നിർത്തിവെച്ചതാണ്. എന്തിന്? സമൂഹത്തിൽ അരാജകത്വങ്ങൾ ഉണ്ടാകും. ലൂത്ത് നബിയുടെ സമുദായത്തെ ഏതൊരു തെറ്റിന്റെ പേരിലാണോ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടത്, ആ തിന്മ ഇവിടെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വതന്ത്രവാദികളുണ്ട്. രാജ്യത്തിന്റെ വിശാലതയിലും അതിന്റെ സ്വാതന്ത്ര്യത്തിലും അവർക്ക് ഒരുപക്ഷെ ന്യായങ്ങളും പഴുതുകളും ഉണ്ടായിരിക്കാം. ഒരു മുസ്ലിമാണോ അവൻ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കേണ്ടവനാണ്. നമുക്കത് പാടില്ല. തിന്മകൾ തിന്മകളാണ്, തെറ്റുകൾ തെറ്റുകളാണ്. പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇതൊക്കെ നബി തങ്ങൾ എത്ര കാലം മുമ്പ് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഹദീസുണ്ട്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ? അൻ യക്തഫിയ الرجال بالرجال والنساء بالنساء.
പുരുഷന്മാർ പുരുഷന്മാരിലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിലും ലൈംഗിക ആസ്വാദനം കണ്ടെത്തുന്നത് അന്ത്യനാളിൻ്റെ മുമ്പ് സുലഭമായി നിങ്ങൾക്ക് കാണുക സാധിക്കും. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അഡ്വക്കേറ്റുകൾ, അതിന് സംഘടനകൾ, ആർക്കും മിണ്ടാൻ പാടില്ല. ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറയുന്നു, മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും ദീനിന്റെ വിധി എന്താണിതിലെന്നും അറിയാൻ താല്പര്യമുള്ളവരോട് മാത്രം. ജനറലായി സമൂഹത്തോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ മുസ്ലിമീങ്ങളോട്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളോടെ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചാൽ മതി. അവരോടെ എനിക്ക് പറയാനുള്ളൂ. അവരെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക. ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല. മറച്ചു പിടിക്കേണ്ട ദൗർബല്യങ്ങളാണ് ഇത്. മറച്ചു പിടിക്കേണ്ട ചില ന്യൂനതകളാണ്. ആ ന്യൂനതകൾക്ക് പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെയ്തേക്കണം. ആ ന്യൂനതകളെ ആസ്വദിക്കാനുള്ളതല്ല, ആ ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല. അവർ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആളുകൾ പോയിട്ട് കമന്റ്, വെൽ ഡൺ, മാഷാ അല്ലാഹ്. കുട്ടികൾ ഉണ്ടാട്ടെ, ആർക്ക്? 2 പുരുഷന്മാർക്കാ. എന്തെല്ലാം വെൽ വിഷിങ്, എന്തെല്ലാമാണ് റബ്ബേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആസ്വദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നല്ല, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ എത്തി കാര്യം. അതിനിപ്പോൾ എന്താ കുഴപ്പമില്ലല്ലോ. ഒരു പെണ്ണിനെ പോലെ ആടി മീശൊക്കെ വടിച്ചിട്ട് നല്ല സുന്ദരിയായി സാരി ഉടുത്ത് നല്ല അന്തസ്സിൽ നിൽക്കുന്നു. പുരുഷനാണെന്ന് അവനും അറിയാം, നാട്ടുകാർക്കും അറിയാം. എന്നിട്ട് അവൻ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ച് 2 പേരും സെൽഫി എടുത്ത് വിടുന്നു. ഒരു കല്യാണം കഴിച്ചോലോ, വെൽഡൻ. സോഷ്യൽ മീഡിയകളിൽ ആഘോഷം. ഈ അരാജകത്വത്തെ നാളുകൾക്ക് മുമ്പ് നോക്കിക്കണ്ട ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്കാണ് ഈ പോകുന്നത്? വിവാഹം മനുഷ്യന് വേണ്ടെന്ന് തോന്നുന്ന തരത്തിലേക്ക്. പെൺകുട്ടികൾ വിവാഹം ഇപ്പൊ വേണ്ട, കോഴ്സ് കഴിയട്ടെ, കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വേണ്ട, ജോലി കിട്ടട്ടെ, ജോലി കിട്ടി ഇപ്പൊ വേണ്ട, ഒന്ന് ഫൈനാൻഷ്യലി ഒരു സെറ്റിൽ ആവട്ടെ. إذا أتاكم من ترضون دينه وأمانته فزوجوه. പെൺമക്കളുള്ള ഉപ്പമാരോട് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും അവന്റെ ദീനീ ബോധവും നിങ്ങൾക്ക് ബോധിക്കുകയാണെങ്കിൽ ഫസവ്വിജൂഹ്, പ്രായമായി നിൽക്കുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തയക്കാൻ പിന്നെ താമസിച്ചു പോകരുത്. ഇല്ലാ തഫഅലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാകും, ഫിത്നയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറഞ്ഞു. ചെറുപ്പക്കാരെ, വളരെ ബാലിശമായ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിവാഹം എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്ന സുന്നത്തിനെ നീട്ടിക്കൊണ്ടുപോകരുത്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ ഗുഹ്യ സ്ഥാനങ്ങളെ, രഹസ്യഭാഗങ്ങളെ ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കുവാനും നിങ്ങളുടെ കണ്ണുകൾക്ക് ശുദ്ധി നൽകാനും മനസ്സിനെ ശുദ്ധിയാക്കാനും നല്ലത് ചെറുപ്പക്കാരെ. മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാവതുണ്ടെങ്കിൽ എല്ലാവരും വിവാഹിതരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അതിന്റെ പരിഹാരമുള്ളൂ. അതാണതിന്റെ പരിഹാരം. അഅ്തിൽ മാല ലിൽ മബാൽ. ലുക്ക് എന്താണെന്നല്ല, ജനനേന്ദ്രിയം മൂത്രൊഴിക്കുന്നത് ആണോ പെണ്ണോ അതിനനുസരിച്ചാണ് ഒരു വ്യക്തിയെ ശറഅ് കാണുക. അതിനനുസരിച്ചായിരിക്കും അവരുടെ നിയമങ്ങൾ. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്തോ ആകട്ടെ, അത് അല്ലാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അവർ സഹിച്ചേ പറ്റൂ. ആ പരീക്ഷണത്തോടു കൂടെ തന്നെ ദീൻ പറഞ്ഞ അന്തസ്സിൽ അവർ ജീവിക്കണം. അതിനാണ് ഉമ്മത്ത്, സമൂഹം പ്രോത്സാഹനം നൽകേണ്ടത്. അതൊക്കെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ബോധം നൽകണമേ തമ്പുരാനെ, ഈ ഉമ്മത്തിന് ബോധം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ബോധം നൽകണേ റബ്ബേ. എവിടേക്കാണ് ഈ ഓടുന്നത്? പാരമ്പര്യമായി ലഭിച്ചു പോകുന്ന സംസ്കാരം തലമുറകളായി നൂറ്റാണ്ടുകളായി കിട്ടിപ്പോന്നത് തെറ്റാണെന്ന് തോന്നുകയാണോ? എന്നിട്ട് മറ്റൊന്ന് പരീക്ഷിക്കുകയാണോ? ആ പരീക്ഷണമാണ് ശരിയെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ബോധിച്ചു? തെറ്റുകൾ സംഭവിച്ച് പരീക്ഷണങ്ങൾ വീണ്ടും പരീക്ഷിച്ച് അവസാനം തിരുത്താൻ കഴിയാത്ത വിധം നിങ്ങൾ തിന്മകളിലേക്ക് അതിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സംസ്കാരവും
നമ്മുടെ പാരമ്പര്യവും മഹിതമായ നന്മയുടെ മൂല്യങ്ങളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ തലമുറകൾ. ആ സംസ്കാരത്തെ ശരിവെച്ചതാണ് വിശുദ്ധമായ ഖുർആനും പുണ്യനിബിതങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശരീഅത്ത് അന്തിമ വാക്കാണ്. ശരീഅത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അന്തിമ വാക്ക് ശരീഅത്തിന്റെ വാക്കാണ്. പുണ്യനബിയും അല്ലാഹുവും എന്ത് തീരുമാനം ഇതിലെടുത്തു? മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു നിയമം നടപ്പാക്കിയാൽ എനിക്കത് പാടില്ലെന്നോ എനിക്കത് ഇഷ്ടമല്ലെന്നോ പറയാൻ ഒരു സത്യവിശ്വാസിക്കും പാടുള്ളതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് താക്കീതു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് ശിർക്കു ബില്ലാഹ്, രണ്ടാമത്തേത് ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്, മൂന്നാമത്തേത് അസ്സിനാ, വ്യഭിചാരവും കൊലപാതകവും ശിർക്കും. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത തിന്മകൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് തന്നെ വെറുപ്പാക്കണേ റബ്ബേ. നിനക്കിഷ്ടമുള്ള നന്മകൾ ഞങ്ങളുടെ കൽബുകൾക്ക് ഇഷ്ടമാക്കി തരണേ പടച്ചവനെ. ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല ഉമ്മത്താക്കി മാറ്റുന്ന 4ാമത്തെ ഘടകം ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിലുള്ള സന്തോഷമാണ്, ഒരുമയാണ്, സ്നേഹമാണ്, കരുണയാണ്. നമ്മളിരിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും നിസ്വാർത്ഥമായ മനസ്സുകൊണ്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അവർ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ്, എൻ്റെ ഉമ്മപെങ്ങന്മാരാണ്. ഈ ഉമ്മത്ത് ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുന്ന അഹ്ലുൽ ഖിബലയായ മുഴുവൻ ആളുകളും അവരെല്ലാം ഒന്നാണ്. അവരെല്ലാവരുടെയും ഹൃദയത്തിൽ കിടക്കുന്ന പരസ്പരമുള്ള ആ ഒരു തവാദു തറാഹും, പരസ്പരമുള്ള സ്നേഹവും കരുണയും. ആ കരുണ ഖൽബിലില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല. സ്വഹാബികളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പുണ്യനബി അവരോട് ചോദിച്ചിട്ട് പറയുകയാണ്, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. സ്വഹാബികളെ, ഈമാൻ ഉണ്ടാകുന്നവരെ സ്വർഗത്തിൽ പോവുക സാധ്യമല്ല. വലൻ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടാകുന്നതുവരെ ഈമാനും പൂർത്തിയാവുകയില്ല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ്സലാമ ബൈനകും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ പരസ്പരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയലാണ്. മുഅ്മിനീങ്ങളായ 2 ആളുകൾ, 2 പുരുഷന്മാർ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ തനാസറത്ത് ദുനൂബുഹുമാ, മുസാഫഹത്ത് ചെയ്ത് കൈ വലിക്കുമ്പോഴേക്കും 2 പേരും ചെയ്ത ചെറുദോഷങ്ങൾ ആ കൈപിടിക്കുന്നതോടുകൂടെ പൊറുക്കപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ തസാഖതു വറഖുശ് ശജർ, ചെടികളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ വതമാമു തഹിയ്യാതികും അൽ മുസാഫഹ, നിങ്ങൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്ന് പൂർത്തിയാവുന്നത് മുസാഫഹത്ത് ചെയ്യലോടുകൂടെയാണ്. മുസാഫഹത്ത് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ കൈകൾ വലിക്കുന്നതോടുകൂടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുമത്രേ. എത്ര ചെറിയ അമൽ, എത്ര വലിയ കൂലിയാണ് അല്ലാഹു നൽകുന്നത്. അതുകൊണ്ടല്ലേ റബ്ബ് റഹ്മാനാൻ റഹീമാണെന്ന് പറയാൻ കാരണം. ഇങ്ങനെ സലാം പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുക. സലാം വരെ പിടിച്ച് നക്കരുതേ. ഈ ജിമ്മിനൊക്കെ പോകുന്നവരുണ്ട് പിടിച്ച് നക്കല്, അങ്ങനെ വേദനിപ്പിക്കരുത്. ഈ കയ്യിൽ മോതിരം കെട്ടാണ്ടറിയോ, അങ്ങോട്ട് ഞെരഞ്ഞ് എല്ലൊക്കെ പൊട്ടിപ്പോവും. ഈ പിടുത്തത്തില് മെല്ലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കൊടുക്കരുത്. അത് അഹങ്കാരികളുടെ സലാമ. ഈ വക്കിന് പിടിക്കുക, കിബിറുലോല അങ്ങനെ ചെയ്യാന്നാ. മുഴുവൻ സലാം കൊടുക്കണം. തമ്പ്, നമ്മുടെ ഈ തള്ളവിരൽ ക്രോസായി വരുന്നവരെ സലാം പറയണം. ഇങ്ങനെ വക്കത്ത് പിടിക്കരുത്. ഇത് പിടിക്കുന്ന മുത്തക്കബ്ബിരീങ്ങളുടെ സലാമ. എനിക്ക് നിങ്ങൾ പിടിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. വക്കേ തരുള്ളൂ, മുഴുവൻ തരാനായിട്ടില്ല. യാ അല്ലാഹ്, എന്ന് ചെയ്യാൻ പാടില്ലെന്നാണ്. തമാമു തഹിയ്യാതികും വൽ മുസാഫഹ,
ഈ ഉമ്മത്തിനെ സ്നേഹം കൊണ്ട് ബന്ധിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? അത് നഷ്ടപ്പെട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ചു. മുഅ്മിനീങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ ഈമാൻ പൂർത്തിയാവൂല. ഈമാൻ പൂർത്തിയാവൂലേ സ്വർഗത്തേക്ക് പോകാനും പറ്റൂല. എത്ര ചെറിയൊരു അമലാണ്, പക്ഷെ എത്ര ഗൗരവമുള്ള ആശയമാണ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഒരു ദിവസം വീടിന്റെ പുറത്തിറങ്ങിയിരിക്കുന്നു. ആദ്യം ഇറങ്ങിയത് ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാളുകൾ വരുന്നു. നോക്കണേ, ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു മുസ്വാദഫ ആയിരുന്നില്ല, ഒരു യാദൃശ്ചിക കോയിൻസിഡൻസ് ആയിരുന്നില്ല. അള്ളാഹുവിന്റെ വെൽ പ്ലാൻസ്